ഒറ്റപ്പാലത്ത് UDF സ്ഥാനാർത്ഥിയാകുവാൻ തയ്യാറായിരിക്കുകയാണ് മുൻ CPM നേതാവ് PK ശശി. പാർട്ടിയിൽ നിന്ന് പുറത്തു വന്നതിന് പിന്നാലെ പാലക്കാട് CPM-നെ അപ്പാടെ പൂട്ടുകയാണ് PK ശശി ചെയ്യുന്നത്. ഇതിന് പിന്തുണയുമായി UDF എത്തിയതോടെയാണ് മുൻ CPM നേതാവ് മത്സരിക്കുവാനുള്ള കളം ഒരുക്കുന്നത്. ഐഷ പോറ്റി അടക്കം CPM വിട്ട് കോൺഗ്രസിലേക്ക് എത്തിയ ഒരു പിടി നേതാക്കൾക്ക് മത്സരിക്കാനുള്ള അവസരമുണ്ട്. ഇതിനു പുറമെ ഇനി PK ശശിയെ കൂടി ഉൾപ്പെടുത്തിയാൽ അത് CPM മുന്നണിയായി പരിവർത്തനം ചെയ്യപ്പെടുമോ എന്ന് കോൺഗ്രസ് ഭയക്കുന്നുണ്ട്. ഇതിനു പുറമെ ചില പ്രാദേശിക നേതാക്കൾ കൂടി കലാപക്കൊടി ഉയർത്തുന്നതോടെ PK ശശിയുടെ സാധ്യതകൾ മങ്ങുന്നുവെന്ന വാർത്തകൾ പുറത്തു വരുന്നുമുണ്ട്. ഒറ്റപ്പാലം സീറ്റിലേക്കാണ് PK ശശിയെ പരിഗണിച്ചത്. എന്നാൽ ഒറ്റപ്പാലത്ത് ശശിക്ക് അവസരം നൽകിയാൽ അത് കോൺഗ്രസിന്റെ അവസാനമായിരിക്കുമെന്ന മുന്നറിയിപ്പ് ചില കോൺഗ്രസ് നേതാക്കൾ നൽകുന്നുണ്ട്. ഇതോടെയാണ് UDF-ൽ എത്തുന്നതിന് മുൻപ് തന്നെ ശശിക്ക് പുറത്തേക്കുള്ള വാതിൽ തുറക്കുന്നത്. ശശി സ്ഥാനാർത്ഥിയായാൽ ബദൽ സ്ഥാനാർത്ഥികളെ നിർത്താൻ ആലോചിക്കുമെന്ന് ചില നേതാക്കന്മാർ പറഞ്ഞു കഴിഞ്ഞു. കോൺഗ്രസ് പിന്തുടരുന്ന സ്ത്രീപക്ഷ രാഷ്ട്രീയത്തിന് അനുയോജ്യനല്ലാത്തയാളാണ് PK ശശി എന്ന വാദമാണ് ഈ വിഭാഗം ഉയർത്തുന്നത്. അങ്ങനെ സംഭവിച്ചാൽ പ്രതിഷേധിക്കേണ്ടത് എങ്ങനെ എന്ന ആലോചനകൾ നടക്കുന്നതായി ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി NK ജയദേവൻ പറയുന്നുണ്ട്. പ്രഗത്ഭനായ യുവ നേതാവായിട്ടും ആരോപണം വന്നയുടനെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ മാതൃകാപരമായി പുറത്താക്കിയ പാർട്ടിയാണ് കോൺഗ്രസ്. അതേ കോൺഗ്രസ് PK ശശിയെ സ്ഥാനാർത്ഥിയാക്കിയാൽ ജനം സ്വീകരിക്കില്ല എന്നാണ് ഒരു കൂട്ടം നേതാക്കന്മാർ പറയുന്നത്. ഒറ്റപ്പാലത്തെ കോൺഗ്രസിന്റെ പ്രവർത്തകർക്കും അനുഭാവികൾക്കും ആത്മാഭിമാനത്തോടെ വോട്ട് ചെയ്യാൻ അവസരമുണ്ടാകുമെന്നും നേതാക്കന്മാർ പറയുന്നുണ്ട്. സംസ്ഥാന നേതൃത്വം ഇനി കെട്ടിയിറക്കിയാലും വന്ന സ്പീഡിൽ തന്നെ ശശിയെ നാടുകടത്തുമെന്നാണ് പ്രദേശത്തെ കോൺഗ്രസ് നേതാക്കൾ അറിയിക്കുന്നത്. ആരെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ അപ്പോൾ തീരുമാനിക്കും. തങ്ങൾക്കൊപ്പം സമാന മനസ്ഥിതിയുള്ള മറ്റു കോൺഗ്രസുകാരുണ്ട്. ഒറ്റപ്പാലത്ത് മത്സരിക്കാൻ KPCC സെക്രട്ടറി P ഹരിഗോവിന്ദൻ യോഗ്യനാണ്. അതുപോലെ പല നേതാക്കന്മാരും നിലവിലുണ്ട്. അവരുടെ തലയ്ക്ക് മുകളിലൂടെ കെട്ടിയിറക്കിയാൽ വലിയ പ്രതിഷേധം ഉണ്ടാക്കുമെന്നും നേതാക്കന്മാർ പറയുന്നുണ്ട്. നേരത്തെ അമ്പലപ്പാറയിലെ മുൻ മണ്ഡലം പ്രസിഡന്റും ഒറ്റപ്പാലം നഗരസഭയിലെ മുൻ കൗൺസിലറും ഹരിഗോവിന്ദനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന വാദം ഉന്നയിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ചില പോസ്റ്റുകൾ ഇട്ടിരുന്നു. ബ്ലോക്ക് പ്രസിഡന്റ് സ്ഥാനത്തിലെ അനിശ്ചിതത്വങ്ങളും ഒപ്പം ഒരു വിഭാഗം ശശി എത്തിയാൽ പ്രതിഷേധിക്കാൻ ഒരുങ്ങി നിൽക്കുന്നതും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ UDF-നെ പ്രതിസന്ധിയിലാക്കിയേക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ P സരിനാണ് ഒറ്റപ്പാലത്ത് മത്സരിച്ചത്. അന്ന് കോൺഗ്രസ് ക്യാമ്പിലായിരുന്ന സരിൻ CPM-ന്റെ പ്രേംകുമാറിനോട് 15,152 വോട്ടുകൾക്കാണ് തോറ്റത്. പിന്നാലെ പാലക്കാട് കോൺഗ്രസ് സീറ്റ് നിഷേധിച്ചതോടെയാണ് സരിൻ CPM പാളത്തിലെത്തിയത്. തെരഞ്ഞെടുപ്പിൽ പാലക്കാട് തന്നെ ജനവിധി തേടാമെന്ന ചിന്തയിൽ സരിൻ നിൽക്കുമ്പോഴാണ് ഒറ്റപ്പാലത്തേക്ക് പരിഗണിക്കാമെന്ന് CPM പറയുന്നത്. ഇതിൽ ആശ്വാസം കണ്ടെത്തിയ സരിൻ നിൽക്കുമ്പോഴാണ് PK ശശിയെ UDF അവതരിപ്പിക്കുന്നത്. നേരത്തെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥ വീടിന് മുന്നിലൂടെ കടന്നുപോയിട്ടും സ്വീകരണത്തിൽ പങ്കെടുക്കാതെ മുൻ MLA കൂടിയായ PK ശശി വിട്ടുനിന്നിരുന്നു. അകന്നു നിൽക്കുന്ന ശശിയെ അനുനയിപ്പിക്കാൻ അദ്ദേഹത്തെ വിളിക്കുക പോലും ചെയ്യാതെ പാർട്ടിയും അകൽച്ച പാലിച്ചതോടെയാണ് കാര്യങ്ങൾ കൈവിട്ടത്. കടുത്ത പനി മൂലമാണ് വിട്ടുനിന്നതെന്ന് ശശി പറഞ്ഞെങ്കിലും ജില്ലാ നേതൃത്വത്തോടുള്ള അതൃപ്തി വ്യക്തമായിരുന്നു. ഏറ്റവും ഒടുവിലായി CPM വെച്ച് നീട്ടിയ KTDC ചെയർമാൻ പദവി കൂടി ശശി രാജിവെച്ചതോടെ CPM ശശിയെ പുറത്താക്കുകയായിരുന്നു.